സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ദാസനായ ദാവീദ് നമ്മെ പഠിപ്പിക്കുന്ന പരമപ്രധാനമായ കുറെ പാഠങ്ങളുണ്ട്. We may learn certain principles from the Psalms to apply in our lives. ദാവീദാണ് ഈ സങ്കീർത്തനം രചിച്ചത്. ദാവീദ് സങ്കീർത്തനം രചിച്ചത് maybe he reached his old age. അതിന്റെ 25-ാമത്തെ വാക്യം നമുക്ക് വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയാ പറയുന്നത്: ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതെ ഇരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. That means that he is now in his ripened age, old age. He had a long walk before God and he had experienced a lot of things. He had seen a lot of things in his own life that proves the providence of God in his life and in the lives of God's people. ദൈവജനത്തിന്റെ ജീവിതത്തിലും തന്റെ ജീവിതത്തിലും താൻ കണ്ട ജീവിച്ച ജീവിത കാലഘട്ടത്തിലുള്ള ദൈവിക പ്രവൃത്തിയെ കാണുവാൻ ആ ദൈവദാസന് അവസരമുണ്ടായി. നമുക്കെല്ലാവർക്കും ദൈവം നൽകുന്നതാണ് ദൈവത്തിന്റെ പ്രവൃത്തികളെ ഓരോ ദിവസവും അനുഭവിപ്പാൻ ദൈവജനമായി നമുക്ക് ദൈവം സാവകാശം നൽകിയിട്ടുണ്ട്. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സങ്കീർത്തനം ഒരു അക്രാസ്റ്റിക് സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിക്കലിന്റെ അടിസ്ഥാനത്തിൽ രചിക്കപ്പെട്ട ഹീബ്രു ലെറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ രചിക്കപ്പെട്ടതാണ് ഈ സങ്കീർത്തനം റഫ്ലി എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ സങ്കീർത്തന സന്ദേശം 49-ാമത്തെ സങ്കീർത്തനത്തോടും 73-ാമത്തെ സങ്കീർത്തനത്തോടും അല്പമായ സാമ്യമുണ്ട്. അതിനകത്ത് ദൈവത്തിന്റെ ദാസൻ നമ്മോട് പറയുകയാണ്, ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ അഭിവൃദ്ധിയിൽ എന്ത് ചെയ്യരുത്, ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. നമ്മൾ അവരോട് എന്ത് ചെയ്യരുത്, അവരുടെ പ്രോസ്പെറിറ്റിയിലും അവരെ നോക്കി നാം എന്ത് ചെയ്യണ്ട, അസൂയപ്പെടേണ്ട എന്ന ദൈവത്തിന്റെ ദാസനായ ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ധാരാളം നമുക്ക് ദർശിപ്പാൻ കഴിയും. Evil doers, wicked, prosper. അവര് ധനികന്മാരാകുന്നുണ്ട്, സമ്പത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ. അത് പല ദൈവദാസന്മാരെയും കൺഫ്യൂസ് ആക്കിയിട്ടുണ്ട്. ആസഫ് 73-ാമത്തെ സങ്കീർത്തനത്തിൽ ചോദിക്കുന്നത്, അവരുടെ കണ്ണൊക്കെ ഉന്തി നിൽക്കുന്നു, അവർക്ക് ഒരു ബാധയില്ല, അവർക്കെല്ലാം ഉണ്ട് എന്ന്. ഇത് ദൈവത്തിന്റെ ദാസനായ ദാവീദ് ഒരുപക്ഷെ though they reject God, ദൈവത്തെ അവർ തള്ളിക്കളയുന്നെങ്കിലും God give them an opportunity. അവർക്ക് ദൈവം ഒരു അവസരം കൊടുക്കും. എന്താണെന്നറിയാമോ? അവൻ ഉണ്ടാക്കിയ വസ്തുവകകളെ അവർക്ക് എടുത്ത് ധനവാനാകുവാൻ അവസരം കൊടുക്കുന്നുണ്ട്. God give them opportunity so that they could use all those things God created for their well-being. അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗിപ്പാൻ ദൈവം അനുവദിക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, when they take the providence of God, provisions of God, they are accountable to God. ദൈവത്തിന് അവിടെ എന്ത് ചെയ്യണം? കണക്ക് കൊടുക്കുക. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവർ ദൈവത്തിന് എന്തേ പറ്റുള്ളൂ? കണക്ക് കൊടുത്തെങ്കിലേ മതിയാകുള്ളൂ. ഒരാൾ അത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ദൈവത്തിന് ആ മനുഷ്യൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ? കണക്ക് കൊടുത്തെങ്കിൽ മാത്രമേ മതിയാകുള്ളൂ. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത്, എനിവൺ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് വിശ്വാസത്തോട് ദൈവത്തോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ, if they do not respond in faith to God, God one day will bring them over to judgment. ഒരു ദിവസം അവരെ ദൈവം ന്യായവിധിക്കായി കൊണ്ടുവരും. സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നിരിക്കുന്നത്? They will be cut off, they will be broken, their arms will be broken. അവരുടെ ഭുജം മുറിഞ്ഞു പോകും, അവർ പച്ചച്ചെടി പോലെ തഴച്ചു നിൽക്കുകയും ഒരു ദിവസം എന്ത് ചെയ്യും? വാടിപ്പോവുകയും ചെയ്യുമെന്നൊക്കെ ദൈവദാസൻ ഈ സങ്കീർത്തനത്തോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ 8 വാക്യങ്ങളിൽ ദൈവദാസൻ പഠിപ്പിക്കുന്ന കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യൽ? നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നിങ്ങൾ എന്ത് ചെയ്യണ്ട? മുഷിയണ്ട. നിങ്ങൾ മറിച്ച് എന്ത് ചെയ്യുക? ദൈവത്തിൽ ആശ്രയിക്കുക. Trust in the Lord. Do not fret over the prosperity of the ungodly. 2-ാമത്തെ സെഷൻ എന്ന് പറയുന്നത് 9 മുതൽ 22 വരെ വാക്യമാണ്. The wicked will have their due in due time. ദൈവിക സമയത്ത് ദുഷ്ടന്മാർക്ക് അവർക്കുള്ള ഓഹരി ലഭിക്കും എന്നുള്ളതാണ്. ഈ ഡു നോട്ട് ഫ്രിറ്റ് എന്ന വാക്ക്, ഫ്രിറ്റ് എന്ന വാക്കിന്റെ പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ചൂട് പിടിക്കരുതെന്ന്. ഡു നോട്ട് ബി ഹീറ്റഡ് അവർ ഹാർട്ട്, അതാണ് അതിന്റെ അർത്ഥം. ഡു നോട്ട് ഗെറ്റ് ഹീറ്റഡ്. സ്വാഭാവികമായി ചിലപ്പോൾ നമുക്കങ്ങനെ സംഭവിക്കാറുണ്ട്.
ചില സമയങ്ങൾ അങ്ങനെ ദൈവഭക്തന്മാരുടെ മനുഷ്യർക്ക് അവരുടെ ഹൃദയത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്, നമുക്ക് മാത്രമല്ല. ഹബക്കുക്കിന് തോന്നി. അവൻ ചോദിക്കുക, ഹൗ ലോങ് ദിസ് ഈസ് ഗോയിങ് ടു? ദുഷ്ടന്മാർ അഭിവൃദ്ധിപ്പെടുക, അവർ ശിക്ഷിക്കപ്പെടുന്നില്ല, നീതിമാന്മാർ ചവിട്ടുമെതിക്കപ്പെടുന്നു, അവർക്ക് വേണ്ടി ആരും പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്നു. ദൈവദാസനെ ഹബക്കുക്കിനെ വല്ലാണ്ട് വേദനിപ്പിച്ചത്. ദൈവത്തിന്റെ ആത്മാവ് ഹബക്കുക്കിനോട് പറഞ്ഞു, പ്രവചനം എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ ന്യായവിധിയുടെ പ്രവചനമാണ് താൻ എഴുതി വെക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഓടിപ്പോന്നവനെ വായിക്കണം നീ എഴുതുന്ന പ്രവചനം. കേട്ടില്ല എന്നും കണ്ടില്ല എന്നും എന്ത് ചെയ്യും നാളെ പറയരുത്, ഇതിന് ഞാനൊരു അവധി വെച്ചിട്ടുണ്ടെന്ന്. നീ ദർശിച്ച ഈ സംഭവങ്ങൾ ഇപ്പോഴല്ല, ഞാൻ അത് ഒരു ദിവസം എന്ത് ചെയ്യും, അത് നടപ്പാക്കും. അത് മനസ്സിലായി. എപ്പോൾ ഹബക്കുക്കിന് മനസ്സിലായി താൻ ഇതിനെക്കുറിച്ച് വേദനപ്പെടുന്ന വലിയ കഥയൊന്നുമില്ല, ഇതൊന്നും തന്നെ ശാശ്വതമല്ല, ടെമ്പററിയാണ്. അപ്പൊ ദൈവദാസൻ പറയും, എനിക്ക് പട്ടിണിയായാലും വിഷയമില്ല, ഗോശാലകളിൽ കന്നുകാലികളില്ലെങ്കിലും അത്തിവൃക്ഷം തണുത്തില്ലെങ്കിലും ഒന്നും ലഭിച്ചില്ലെങ്കിലും ഞാൻ ദൈവത്തിനായി കാത്തിരിക്കും, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന്. കാരണം വരുന്നൊരു ലോകത്തില് ഈ അഭിവൃദ്ധിയെ അനുഭവിക്കുന്ന ആരും ഉണ്ടാകുകയില്ല. അവരെല്ലാവരും താളടിയായി പോകും. കർത്താവദാസൻ പ്രവചനത്തിൽ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും ഒക്കെയും താളടിയായി പോകും. There is a day that comes like a furnace. Every wicked will be destroyed, perish in that very fervent heat of God's wrath. ദൈവകോപത്തിന്റെ മഹാ അഗ്നിയിൽ അവര് ദഹിച്ചു പോകത്തക്കവണ്ണം അവർക്കൊരു ന്യായവിധി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, അവരുടെ സമ്പത്ത് താൽക്കാലികങ്ങളാണ്. അവിടെ ദൈവദാസൻ പറയുന്നത് ലൈക്ക് എ ഗ്രീൻ ഗ്രാസ് ഫോർ എ സീസൺ. നമ്മുടെ ഈ നാട്ടിൽ വല്ലപ്പോഴൊക്കെ മഴ പെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ചത്തുപോകത്തില്ല ഗ്രീൻ ഗ്രാസ് ഒന്നും. പക്ഷെ അങ്ങനല്ല മിഡിൽ ഈസ്റ്റില്. ഇറ്റ്സ് വെരി വെരി സീസൺ. അവിടെ വലിയ ചൂടുള്ള കാലമാണ്. മഴക്കാലത്ത് ഒരു പുല്ല് വളർന്നു വന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, അത് വാടിപ്പോകും. അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായി കഴിയും. നമ്മുടെ ഭാഷയിൽ പുല്ലുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വാടിപ്പോയെന്ന് നമുക്ക് വാടത്തില്ല എന്ന് തോന്നിയേക്കാം. ആ ഒരു ഗാർഡനിങ് സിസ്റ്റം അല്ല ഇവിടെ പറയുന്നത്. അവിടെ പുറം പറമ്പുകളൊക്കെ കിളിച്ചു വരുന്ന പുല്ല് മഴയത്ത് കിളിച്ചു വരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ചൂടിൽ വാടി കരിഞ്ഞ് അത് ഇല്ലാതെയാകുന്നുണ്ട്. അതാ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ദാസൻ. നമുക്ക് ഒരു പണ്ഡിതൻ ഇങ്ങനെയാ പറഞ്ഞത്, ദുഷ്ടന്മാരായ ആളുകൾക്ക് വിളവ് ധാരാളം ഉണ്ടായിട്ട് അവരുടെ ഡൈനിങ് ടേബിളിൽ സ്വാദിഷ്ടമായ ഫുഡുകൾ ഉണ്ടാകുമ്പോൾ മറ്റവിടത്ത് ഒരു വിശ്വാസിയായ മനുഷ്യൻ ഒരു പക്ഷേ ആഹാരത്തിന് വേണ്ടി ഇരക്കേണ്ടി വരുമായിരിക്കുമെന്ന്. നിങ്ങളും ഞാനും ഒക്കെ ചിന്തിച്ചു നോക്കുക. ലാസറിന്റെയും ധനവാന്റെയും ചരിത്രത്തിൽ ധനവാൻ ഇഷ്ടം പോലെ വിളഞ്ഞു, എല്ലാം ധനവാനാണ് അവന്. മറ്റൊരുത്തന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, അവനോട് പറയാം, എന്റെ പ്രാണൻ നീ എന്ത് ചെയ്യുക, തിന്നുക, കുടിക്കുക, രസിച്ചുകൊള്ളുക. ഹി ഹാസ് എ ലോട്ട് ഓഫ് ക്രോപ്സ്. അവൻ ബാണൊക്കെ പൊളിച്ച് അതിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു പറഞ്ഞു. എന്നിട്ട് പറയാ, തന്നോട് പറയാ, ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, ബി മെറി എന്ന്. അപ്പൊ ലാസറിനെ സംബന്ധിച്ചിടത്തോളം ഹി വാസ് ജസ്റ്റ് eating bread fallen from the table of his master. അപ്പൊ അത് സ്വാഭാവികം. ചില സമയത്ത് അതെന്തിനെന്നോ നമുക്കൊരു പക്ഷേ ദൈവസന്നിധിയിൽ നമുക്ക് മറുപടി പെട്ടെന്ന് കിട്ടിയെന്ന് വരത്തില്ല. എപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നതെന്ന് അറിയാമോ? when we are assured in the glorious presence of the Lord, seated with Abraham on his lap, that's where you will understand the temporality, ഇതിന്റെ significance എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വിശ്വാസത്തിന്റെ. നമ്മുടെ ഹൃദയത്തിൽ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ഭാരപ്പെട്ടു പോകണ്ട എന്ന്. ഈ ധനവാനായ ആളുകൾക്ക് ആർക്കും കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടില്ല, നീ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന്. കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് അവന്റെ ജീവിതം സമർപ്പിച്ച ദൈവത്തിന്റെ ദാസന്മാരോടാ ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന്. What a privilege that God's people, that God promised. You and I have the opportunity to be seated with Christ in his throne. അവന്റെ മണവാട്ടി പദം അലങ്കരിച്ച്. അത് ഒരു ദിവസത്തേക്കൊന്നുമല്ല. ഈ ഭൂമിയിലെ രാജാക്കന്മാരൊക്കെ ചിലപ്പോൾ 30 വർഷം ഭരിക്കും, 40 വർഷം ഭരിക്കും. They are no more.
ക്രോണിക്കലിലൊക്കെ എഴുത്തുകാരുണ്ടെങ്കിൽ, ക്രോണിക്കലേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡീഡ്സ് മൈറ്റ് ബി റിട്ടൺ ഇൻ ബുക്സ്. ദാറ്റ്സ് ഓൾ. നമ്മൾ ഭൂമിയിലെ പല രാജാക്കന്മാരെ കുറിച്ച് ഒന്നും അറിയില്ല. ബൈബിളിൽ ദൈവത്തിന്റെ ആത്മാവ് ചില ദൈവദാസന്മാരെ കുറിച്ച് എഴുതി വെച്ചതുകൊണ്ട് നമുക്കറിയാം. അവരുടെ ചരിത്ര ഗവേഷകന്മാർ വല്ലതും ചില കാര്യങ്ങൾ കണ്ടെത്തുന്നതേ ഉള്ളൂ, അല്ലാതെ ഒന്നും അറിയില്ല. എന്നാൽ ദൈവത്തിന്റെ ജനമായ നമ്മള് ലോകത്തിൽ ചരിത്രം ഇവിടെ എഴുതി വെച്ചില്ലെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ പേര് എഴുതപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. That give us the joy, inner strength, so that we will be able to rejoice before our God. അത് ദൈവത്തിന്റെ സന്നിധാനത്തെങ്കില നമ്മള് ദുഷ്ടന്മാരോട് മുഷിയരുന്നത് അൺറീസണബിൾ ആണ്. ഇറ്റ് ഈസ് അൺറീസണബിൾ ഫോർ us to fret because of the wicked one. The reason is, ദൈവദാസൻ ഇങ്ങനെ പറയാം, അവരെ പുല്ലുപോലെ ഉള്ളൂ. ഒരു വിലയില്ലാത്ത ഒരു വസ്തുവിനെ കുറിച്ച് നമ്മളെന്ത് ഇത്തിരി ബോധേടാകണ്ടെന്നാ പറയുന്നത്. രണ്ട് പുല്ല് ചതഞ്ഞു പോയാൽ നമ്മൾ എന്ത് ചെയ്യണ്ട? ബോധേടാകത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇവരെ ഒരു പുല്ല് പോലെ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അവരെ കുറിച്ച് എന്ത് ചെയ്യണ്ട? ബോധേടാകണ്ട, അവരെ കുറിച്ച് ഭാരപ്പെടണ്ട. അവരെ കുറിച്ച് പറയാം, മരങ്ങളെ പോലെ they will be uprooted and cut down. ഒരു മരം മുറിച്ച് കളയുന്നത് പോലെ അതിന്റെ റൂട്ട് മുഴുവൻ കിളിച്ചു വരാതെ വണ്ണം റൂട്ട് മുഴുവൻ എടുത്തു മാറ്റുന്ന പോലെ അവരെ കുറിച്ച് പറഞ്ഞു, they will be uprooted and cut down. അത് കഴിഞ്ഞിട്ട് പറയാം, അവരെന്ത് ചെയ്ത? സ്വർഗരാജ്യം ഭൂമി അവകാശമാക്കിയില്ല. they shall not have an inheritance. ദൈവദാസനായ ദൈവം തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. The humble God's people will have an inheritance in the Lord. ദൈവത്തിന്റെ സൗമ്യരായ ദൈവത്തിന്റെ ജനത്തിന് ഒരു ഭാവി ഇൻഹെറിറ്റൻസ് ഉണ്ട്. എന്നാൽ ഈ ധനവാന്മാർക്ക് അതില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും? അവർക്കില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പറയാം, അവിടെ കരങ്ങൾ മുറിഞ്ഞു പോകും. So they vanish like a smoke. 17-ാം വാക്യത്തെ പറയാം, അവിടെ കരങ്ങൾ ഒടിഞ്ഞു പോകും. അവരെന്ത് ചെയ്യും? vanish like a smoke. അവര് വില്ല് കുലയ്ക്കാനും അമ്പ എടുത്തും വില്ലുമായി വരും. എന്നാൽ അത് അവരുടെ ഹൃദയത്തിലേക്ക് തന്നെ എന്ത് ചെയ്യും? തുളച്ചു കയറും. അതുകൊണ്ട് നാം ആരും എന്ത് ചെയ്യണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? അവർ നിമിത്തം മുഷിയരുത് എന്ന്. നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാൻ പറ്റിയാൽ, അവരെ കുറിച്ച് അസൂയപ്പെടാതിരിക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൽ കോപമുണ്ടാകുകയില്ല, അത് നമുക്ക് ദോഷമായി ഭവിക്കുകയില്ല. That if we have an unreasonable anchor that we store in our own heart, that harm our health, physical life, our spiritual life, and our emotional life. അത് ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയണം. എല്ലാവരും റൈറ്റ് ഒന്നും അല്ലല്ല ഇപ്പോഴും. We all fail. But that's a reason we all should have that very attitude. അവർക്കൊരു നിത്യത ദൈവത്തോടു കൂടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നാം അവരെ കുറിച്ച് എന്ത് ചെയ്ത്? അവിടെ ദുഷ്പ്രവർത്തികളിലും അവിടെ സമ്പത്തിലും നാം അസൂയപ്പെടരുത്. ചില സമയത്ത് ദുഷ്ടത പ്രവർത്തിക്കുന്നവർ കുതിരയുടെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ദൈവത്തെ അറിയുന്നവൻ ചെളിയിലൂടെ ഇഴഞ്ഞു നീങ്ങേണ്ടി വരുന്ന ചരിത്രങ്ങളുണ്ട്. You and I will see that. When they have golden horses to ride on, God's people might be in a miry clay, clinging to God. അത് ദൈവത്തിന്റെ ദാസൻ യിരെമ്യാവ് ദൈവത്തിന്റെ ആലോചനയുമായി ജനത്തിന്റെ അടുത്തേക്ക് പോയി. ആ ദൈവദാസന്റെ പ്രസംഗം ആരും എന്ത് ചെയ്തില്ല? സ്വീകരിച്ചില്ല. ദൈവദാസൻ വളരെ ഹൃദയത്തിൽ വേദന തോന്നി. അപ്പം ദൈവദാസൻ വാക്കൊന്നും മാറാൻ പറഞ്ഞൊന്നുമില്ല, ഫ്ലെക്സിബിൾ ഒന്നും ആയില്ല. രാജാക്കന്മാരോട് കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ല, നിന്റെ കാര്യമെല്ലാം ദൈവം നടത്തിത്തരുമെന്നൊന്നും പറഞ്ഞില്ല. ദൈവം പറഞ്ഞു, നീ ന്യായവിധിയിലേക്ക് നടക്കാൻ പോവുകയാണ്. രാജാവ് കോപിഷ്ഠനായി താൻ എഴുതി വെച്ചതൊക്കെ വലിച്ചു കീറി എന്ത് ചെയ്തു? തീയിലിട്ടിട്ട് ഇവനെ പിടിച്ച് കഴുത്തപ്പമുള്ള കുഴിയിലേക്ക് കളഞ്ഞു. thrown into a dungeon, broken well. ആ കൊട്ടാരത്തിൽ ആർക്കോ കരുണ തോന്നിയതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവന് കയറിട്ട് അവനെ അവിടുന്ന് പുറത്തെടുത്തു. That was the reward he got from the king. രാജാവ് അവന് കൊടുത്ത പ്രതിഫലം അതാണ്. പ്രതികാരം അവനോട് കാണിച്ചു. യിരെമ്യാവ് തന്റെ സന്ദേശം ജനത്തെ അറിയിക്കുക ചെയ്തു. ജനത്തെ അറിയിച്ചപ്പോൾ ജനം അതിൽ ആകൃഷ്ടരായില്ല. രാജാക്കന്മാർ അവരുടെ ശത്രുക്കളായി. അത് അവനെ ഉപദ്രവിക്കുക ചെയ്തത്. എന്നാലും യിരെമ്യാവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ കരയേണ്ട കാലങ്ങൾ ഉണ്ടായിരുന്നു. തന്നോട് പറഞ്ഞ കല്യാണം കഴിക്കില്ലെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒറ്റയ്ക്ക് വേണം ഈ ബേർഡനൊക്കെ. നമുക്കൊക്കെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഹസ്ബൻഡ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് നമ്മുടെ വൈഫുണ്ട്.
ചിലപ്പോൾ വൈഫ് ഹസ്ബൻഡും ഒക്കെ ബിബ്ലിക്കലി അങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്ന് വരത്തില്ലായിരിക്കാം. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു തുണയുണ്ട്, നമ്മെ സഹായിപ്പാൻ, നമ്മുടെ കൂടെ ഇരിപ്പാൻ, നമ്മോട് ഒന്നിച്ച് പ്രാർത്ഥിപ്പാൻ, ബലപ്പെടുത്താൻ, ചായ നമുക്ക് മുമ്പോട്ട് കഴിയും എന്ന് ധൈര്യപ്പെടുത്താൻ, ഇടയെന്ന് വിളിക്കുന്നവരാണെങ്കിൽ ഇടയെ നമുക്ക് ഒന്നിച്ച് പോകാം എന്ന് പറയുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ വളരെ ബലമായിരിക്കും, വളരെ സന്തോഷമായിരിക്കും. പ്രാർത്ഥിപ്പാൻ ഒരാളൂടെ ഉണ്ട് എന്നുള്ളത്. എന്നാൽ ഇരമ്യാവിനെ സംബന്ധിച്ച് എന്തിനു പറഞ്ഞു? നോട്ട് ഗെറ്റ് മാരിഡ്, ആരും കല്യാണം കഴിക്കില്ല. അവനോട് പറഞ്ഞു വിരുന്ന് വീട്ടിൽ പോകല്ലേ, ഡോണ്ട് ഗോ ടു ദ ഹോം ഓഫ് ദ ബാങ്ക്വറ്റ് ഹൗസ്. ഇവിടെ കല്യാണമൊക്കെ നടക്കുക, വിരുന്ന്, അവനോട് പോകണ്ട, നീ അവിടെ പോകണ്ട. ഒന്ന് ആലോചിച്ച് നോക്കിയേ. can see people make him marry. അത് അവനോട് ദൈവം ആലോചന പറഞ്ഞു, ദൈവം അതവൻ കേട്ടു. ജനം അവനെ സ്വീകരിച്ചില്ല എന്നുള്ളത് വസ്തുതയാണ്. അവരുടെ ഭണ്ഡാരങ്ങൾ നിറഞ്ഞിരുന്നാലും, അവർ കുതിരപ്പുറത്ത് സവാരി ചെയ്താലും, നീതിമാൻ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടിയാലും, ഒരുപക്ഷെ അവൻ നിലത്തിഴഞ്ഞ് നടക്കേണ്ടി വന്നാലും, അവനൊരു സങ്കേതമുണ്ട്, അവനൊരു ഭാവിയുണ്ട്. ആ ഭാവി ദൈവം ഒരുക്കുന്നത് നമ്മൾ പാടിയില്ലേ, നമ്മൾ കാണുന്നുണ്ട് ആ സ്വർഗകനാൻ ദേശമെന്ന്. വിശ്വാസ കണ്ണുകൊണ്ട് അത് കാണുന്നവരാണ് ഭാഗ്യവാന്മാർ. ശ്രദ്ധിക്കുന്നത് ഈ ലോകത്തിലുള്ളതൊന്നും അവരുടെ കണ്ണുകളെ മഞ്ഞളിപ്പിച്ച് കളയില്ല. Though these things, they have a confidence that believers have confidence in the Lord that there will be a city that city will have a foundation, അടിസ്ഥാനമുള്ള ഒരു പട്ടണമാണ് ദൈവം പണിയുന്നത്. അബ്രഹാം ഇസ്ഹാഖും ഒക്കെ ജീവിച്ചു ധനികരായിരുന്നെങ്കിൽ പോലും അവരാരും തന്നെ ഈ ഭൂമി അവരുടെ സ്വന്തമെന്ന് അവകാശപ്പെട്ട് കണ്ണി കണ്ടവരെല്ലാം കൊന്ന് യാത്ര ചെയ്തില്ല. ഞാൻ അബ്രഹാമിനെ കുറിച്ച് ആശ്ചര്യപ്പെടാനുണ്ട്. he has like maybe around സ്കോളേഴ്സ് പറഞ്ഞ 5,000 to 7,000 പീപ്പിൾ അവന്റെ വീട്ടിലുണ്ടായിരിക്കുന്നു. ആ ആളിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഓടിപ്പോയി 2 രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് തോൽപ്പിക്കാൻ. കാരണം 5 രാജാക്കന്മാരെ തോൽപ്പിച്ചതാ ചരിത്രത്തിൽ എഴുതപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം കൊടുക്കാതെ അവിടുന്ന് 1 സെന്റ് ഭൂമി പോലും എന്ത് ചെയ്തില്ല, അവന് അവകാശമാക്കിയില്ല. തന്റെ ഭാര്യ അടക്കേണ്ടതിന് കാശ് കൊടുത്ത് അല്പം നിലം വാങ്ങി. ബാക്കിയെല്ലാം ദൈവം തരുന്നിടം വരെ എന്ത് ചെയ്യാൻ പറ്റി? അവൻ കാത്തിരിപ്പാനിടെ. അത് കണ്ടതിന്റെ കാരണം എന്നറിയാമോ? the vision when God spoke to him about a city which has a foundation. അടിസ്ഥാനമുള്ളൊരു പട്ടണത്തെ ദൈവം കാട്ടിക്കൊടുത്തിട്ട് അവനോട് സംസാരിക്കുമ്പോൾ മറ്റെല്ലാ പട്ടണങ്ങളെക്കാൾ ശ്രേഷ്ഠമായതുകൊണ്ടാണ് അന്നത്തെ ധനിക പട്ടണമായിരുന്ന അവന്റെ കൂടാരം അടിച്ചിരുന്ന അങ്ങ് മെസൊപ്പൊത്താമിയ വിട്ട് മുൻപോട്ട് യാത്ര ചെയ്യുവാനിടയായി തീർന്നത്. ഇന്നത്തെ വലിയ പട്ടണങ്ങളെ പോലെ അവിടെ ലൈബ്രറിയൊക്കെ ഉണ്ടായിരുന്നു. അഷൂർ എന്ന് പറയുന്ന അഷൂർ ബനിപ്പാൽ എന്ന് പറയുന്ന രാജാവിന് ഹ്യൂജ് ലൈബ്രറി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മെസൊപ്പൊത്താമിയയിൽ. അതൊക്കെ വിട്ടിട്ട് ഒരു കനാന്യരുടെ ദേശത്തേക്ക് യാത്രയായി പ്രവാസിയെ പോലെ യാത്ര ചെയ്തത് അവന്റെ ദൃഷ്ടികളെ കൊണ്ട്, വിശ്വാസ കണ്ണുകളെ കൊണ്ട് അത് കണ്ടതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മോട് പറയാം, ദൈവത്തിന്റെ ജനമേ, ജസ്റ്റ് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന്. ഇതാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യൻ righteous while he live on this earth, while he live, should trust God. ദൈവത്തിൽ ആശ്രയിക്കണം. He should delight in the Lord. അവൻ ദൈവത്തിൽ എന്ത് ചെയ്യണം? ആനന്ദിക്കണം. He has to commit his ways to the Lord. അവന്റെ വഴികളെ ദൈവത്തിൽ ഭരമേൽപ്പിക്കണം. ഇത്ര ജനത്തിൽ പറയുന്നത് he has to wait. When you wait, while we wait, committing our life unto God, delighting unto God and trusting unto God, that we have to feed on the faithfulness of God. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, അവനിൽ ആനന്ദിച്ചുകൊണ്ട്, അവന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുക, അവന്റെ വിശ്വസ്തതയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുൻപോട്ട് പോകണമെന്ന്. That's what it is. നമ്മൾ എന്ത് ചെയ്യരുത്? ആ സമയത്ത് കോപിഷ്ഠരാകരുത് എന്ന്. നമ്മുടെ സാഹചര്യങ്ങളെ ദൈവം അനുവദിക്കുന്ന സമയത്ത് നാം കോപിഷ്ഠരായി ഇസ്രായേൽ ജനത്തിലുള്ള അനുഭവം ഉണ്ടാകുന്നത്. They were very angry when God have an alternative providence unto them. അവർക്ക് ദൈവം മറ്റൊരു വഴിയിൽ അവിടെ ഭക്ഷിപ്പാനും അവരെ സുരക്ഷിതമാക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. ബട്ട് അവരെന്ത് ചെയ്തു? പെട്ടെന്ന് കോപിച്ചു. അവർ ദൈവത്തിനെതിരെ പെറുപെറുത്ത് മർമർ ചെയ്തു, അവനെ അധിക്ഷേപിച്ചു. അവർ അടിമകളായിരുന്നപ്പോൾ അവരെ സംരക്ഷിച്ച് ദൈവത്തെ അവർ മറന്നുപോയി. അവർക്ക് വളരാൻ ഒരു സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ ദൈവം അവരെ വളർത്തിയതിനെ അവർ മറന്നുപോയി. മരുഭൂമി വന്നിട്ട് അവരോട് ചോദിക്കുന്നത്, ഞങ്ങളെ കൊല്ലാനാണ് ഇവിടെ കൊണ്ടുവന്നത്.
സുബോധമുള്ള ആരും ചോദിക്കത്തില്ല. കാരണം എന്താ പറയുക, അപ്പുറത്ത് ഊര്യ വിചാരകന്മാരുണ്ട്, ടാസ്ക് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവരെ ഉപദ്രവിക്കേണ്ടതിന്. ഇവിടെ രാത്രിയിൽ അഗ്നി തൂണും പകല് മേഘസ്തംഭവും കൊടുത്തു കൊണ്ടുവന്ന് ചോദിക്കും, ഞങ്ങളെ കൊല്ലാനാ കൊണ്ടുവന്നു. എന്നാലോചിച്ച് നോക്കി. അവിടെ വെച്ചത് പറഞ്ഞിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് റീസണബിൾ ആയിരുന്നു. ബിക്കോസ് ദർ ആർ ടാസ്ക് മാസ്റ്റേഴ്സ്, ദേ ആർ സ്ലേവ്സ്. The taskmasters might beat them if they do not, bring the target. പറഞ്ഞിരിക്കുന്ന ഇഷ്ടിക അത്രയും കൊണ്ടൊന്നുമില്ല, ചിലപ്പോൾ അവരെ ഉപദ്രവിക്കുമായിരുന്നു. ഇവിടെ അങ്ങനെ പരിപാടിയൊന്നുമില്ല. ദൈവം സ്വർഗത്തിൽ നിന്ന് പൊഴിക്കുന്ന മന്ന ഭക്ഷിച്ച് അവന്റെ കൃപയിൽ നിൽക്കുക എന്നല്ലാതെ there's nothing else. No homework, no hard work to feed their cattle, nothing. They just walk, enjoy the provisions of God. പക്ഷെ അവരെന്ത് ചെയ്തു? കോപിഷ്ഠരായി ദൈവം മറ്റൊരു വഴി അവർക്ക് ഒരുക്കിയപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. We turn angry to God when God provides in a different way than the way we think. നാം ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായി, നാം ചിന്തിക്കുന്നതിന് വിരുദ്ധമായി ദൈവം നമുക്കൊരു പ്രോവിഡൻസ് ഒരുക്കിയാൽ നമ്മൾ അത് സ്വീകരിക്കുന്നവരാണോ അതോ കോപിഷ്ഠരാകുമോ? അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആകാനിടയായി തീരരുത്. ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ഓൾവേസ് മേക്ക് ഷുവർ ദൈവത്തിന്റെ വഴികൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ ഈ സങ്കടകരമായ റൈച്ചസ് ഗാഡ് വിൽ കോസ് യുവർ റൈച്ചസ്നെസ് ടു ഷൈൻ. നിന്റെ നീതിയെ പ്രഭാതം പോലെ ഉദിപ്പിക്കാൻ കഴിയുന്നവനാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ അവരുടെ നീതി പ്രവൃത്തികളാണ് അവരുടെ വെണ്മയുള്ള വസ്ത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ? അത് അവരുടെ നീതി പ്രവൃത്തികളാണ്, അത് വെണ്മയുള്ള വസ്ത്രങ്ങളെ പോലെ തിളങ്ങും എന്ന്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരൊറ്റ കാര്യം നമുക്ക് ദൈവത്തിന് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം, ഡിലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൗലോസും ശീലാസും ചെയ്ത പോലെ ജയിലിൽ കിടന്നപ്പോൾ അവർ പാട്ടുപാടാൻ കാര്യം കാരണം എന്താ? The reason they delight in the Lord. ദൈവത്തിൽ അവർ ആനന്ദിക്കുന്നു. നമ്മളത് ലേൺ ചെയ്യണം. ടു കൺട്രോൾ അവർ ഇമോഷൻസ്. നമ്മുടെ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയണം. വി ഹാവ് ടു കൺട്രോൾ അവർ വിൽ. നമ്മുടെ ഇഷ്ടങ്ങളെ നമുക്ക് ഇത് ചെയ്യാൻ കഴിയണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. വി കൻ ഡിലൈറ്റ് ഇൻ ദി ലോർഡ് ഈവൻ ഇൻ ദി ഇമാജിനബിൾ സിറ്റുവേഷൻസ് ഇൻ ലൈഫ്. അതിക്രൂരമായ മോശമായ സാഹചര്യത്തിലും ദൈവത്തിൽ ആനന്ദിപ്പാൻ അങ്ങനെ കഴിയുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തട്ടെ. നമുക്ക് ദൈവം ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുക, നീതിമാന്റെ അല്പം മതിയെന്ന്. Because God is with that very little provisions. അത് ദൈവത്തിന്റെ ഒരു വലിയ കാരുണ്യമാണ്. The little provision that we have. 5 അപ്പം ഒരു പയ്യൻ കൊണ്ടുവന്നു. 5000 പേർക്ക് കൊടുക്കാൻ ദൈവത്തിന് കഴിഞ്ഞത്. We can multiply. The little provision that God gives us can, enrich our strength. ദൈവത്തിന്റെ ദാസന്മാരാ ദാനിയേൽ, ശദ്രക്ക്, അബേദ്നെഗോവൊക്കെ ശാഖപദാർത്ഥം കഴിച്ചു. Their pulses, not meat or anything. അപ്പൊ അവരെന്ത് ചെയ്തില്ല? അവരുടെ മുഖം കൂടുതൽ തിളങ്ങി എന്ന് പറയുന്നുണ്ട്. The provisions of God could transform that into our hearts. അത് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന പ്രൊവിഷനാണ്. അത് ഓർത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ വീട്ടിൽ ആരെങ്കിലും ഗാഡ് ദൈവത്തിൽ നമ്മൾ ആനന്ദിക്കുന്നവരാണോ, സന്തോഷിക്കുന്നവരാണോ? അവ ട്രസ്റ്റിംഗ് അവർ ഗാഡ്, നമ്മൾ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നവരാണോ? ധനം ഉണ്ടാകുവാനും രാഷ്ട്രീയ സ്വാധീനമുണ്ടാകുവാനും സമ്പത്തുണ്ടാകുവാനും അഭിവൃദ്ധി ഉണ്ടാകുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. lot of people. തെറ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ അതെപ്പോഴും എന്തായിരിക്കേണ്ടതുണ്ട്? അക്കോർഡിംഗ് ടു ദ പ്ലാൻ ഓഫ് അവർ ഗാഡ്. നമ്മുടെ ഈ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമല്ല എങ്കിൽ നമ്മുടെ ആഗ്രഹം എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾക്ക് അത് കെണിയായി ഭവിക്കാൻ സാധ്യതയുണ്ട്. നല്ല വിശ്വാസികൾക്ക് പോലും അങ്ങനെ സംഭവിക്കാം. പ്രതീക്ഷിക്കുന്ന ആയിരിക്കില്ല ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഞാൻ ആശ്ചര്യപ്പെടാറുണ്ട്. ചിലപ്പോൾ പ്രവചനമൊക്കെ പറഞ്ഞു, എനിക്ക് മുൻപായി പോകുന്നവനാണ്. യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തേണ്ട എന്നൊക്കെ പറഞ്ഞു. കുറച്ച് യോഹന്നാൻ ജയിലിൽ കിടന്നപ്പോൾ തന്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വിട്ട് ചോദിക്കുക, നീ തന്നെയാണോ വരുവാനുള്ളവനെന്ന് ചോദിച്ചു. യേശുക്രിസ്തുവിന് മറുപടി പറഞ്ഞെന്നറിയാമോ? ഞാനാണെന്നൊന്നും പറഞ്ഞില്ല. എന്നിട്ട് അവനോട് പറയാം, പഴയ നിയമത്തിലേക്ക് തന്നെ ചൂണ്ടിക്കാണിച്ചു. ഇവൻ തന്നെ പറഞ്ഞല്ല, ഞാൻ ആ വഴിയൊരുക്കുന്നവൻ. പ്രവാചക പുസ്തകത്തിൽ നിന്ന് അവൻ തന്നെ ഉദ്ധരിച്ചതാണ് യേശുക്രിസ്തുവിനെ കുറിച്ച്. അപ്പം ഇത് തന്നെ പറഞ്ഞു വിട്ടു. നീ പോ, കുരുടൻ കാണുന്നു, ചെകിടൻ കേൾക്കുന്നു എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടു. സംസ്ഥാനം നമ്മുടെ ജീവിതത്തിലെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ അടന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സംശയാലുക്കളാകും. അവിടെ നമുക്ക് ആശ്വാസം എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? God's word, ദൈവത്തിന്റെ വചനമാണ്.
ദൈവത്തിലേക്ക് തിരിയുക. എന്നാൽ ദൈവാത്മാവ് സഹായിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ വാക്കുകൾ നിർത്തുന്നു. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇനിയും കുഞ്ഞുങ്ങൾ, the kids will come and